ഒരു രാജ്യത്തിൻ്റെ ഉപഭോക്തൃ സംസ്കാരത്തെയും സാമ്പത്തിക ഭൂപടത്തെയും മാറ്റിമറിക്കാൻ ഒരു ജനനേതാവിൻ്റെ വാക്കുകൾക്ക് എത്രത്തോളം കരുത്തുണ്ട് എന്നതിൻ്റെ തെളിവാണ് ലക്ഷദ്വീപിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിനോദസഞ്ചാര കണക്കുകൾ. നമ്മുടെ ലക്ഷദ്വീപ് വന്നെന്ന് കാണുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരൊറ്റ ആഹ്വാനം ഇന്ത്യക്കാർ എങ്ങനെ നെഞ്ചേറ്റിയെന്ന് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്ന പുതിയ രേഖകൾ വ്യക്തമാക്കുന്നു. മുൻപ് വെറും 3000-ഓളം സഞ്ചാരികൾ മാത്രം എത്തിയിരുന്ന ലക്ഷദ്വീപിലേക്ക് 2024 ആയപ്പോഴേക്കും സഞ്ചാരികളുടെ എണ്ണം 68,328 കുതിച്ചുയർന്നത് നരേന്ദ്രമോദി എന്ന നേതാവിനോടുള്ള രാജ്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. 2023 46,551 നിന്ന് ഒറ്റ വർഷം കൊണ്ട് 47% വമ്പൻ കുതിപ്പാണ് ലക്ഷദ്വീപ് ടൂറിസത്തിൽ ഉണ്ടായത്. ആഗോളതലത്തിൽ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയും അനിശ്ചിതത്വവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ജനങ്ങൾ എത്രത്തോളം ഗൗരവത്തോടെയാണ് ഏറ്റെടുത്തതെന്ന് വ്യക്തമാക്കാൻ ലക്ഷദ്വീപിൻ്റെ ഈ ചരിത്ര വിജയം നമുക്കൊരു ഉദാഹരണമായി എടുക്കാം. യഥാർത്ഥത്തിൽ ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ കൃത്യമായൊരു പശ്ചാത്തലമുണ്ട്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നു. അവിടെയുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരെ പുറത്താക്കണമെന്ന പ്രഖ്യാപനം കൂടി വന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൽ വലിയ രീതിയിലുള്ള വിള്ളലുണ്ടായി. ഇതിന് പിന്നാലെയാണ് 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുന്നത്. അവിടുത്തെ മനോഹരമായ കടൽ തീരങ്ങളുടെ ചിത്രവും വീഡിയോകളും പങ്കുവെച്ച് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളോട് ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ അവിടേക്ക് വരാൻ മോദി ആഹ്വാനം ചെയ്യുന്നു. മോദി മാലദ്വീപിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ലെങ്കിലും തങ്ങളുടെ ടൂറിസത്തെ ബാധിക്കുമെന്ന് ഭയന്ന മാലദ്വീപിലെ ചില ഡെപ്യൂട്ടി മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിയെ കോമാളി എന്നും ഇസ്രായേലിൻ്റെ പാവയെന്നും അധിക്ഷേപിക്കുകയും ഇന്ത്യക്കാരുടെ വ്യക്തിശുചിത്വത്തെ പോലും പരിഹസിക്കുകയും ചെയ്യുന്നു. അന്ന് അവർ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാത്രമായിരുന്നില്ല, മറിച്ച് ഓരോ ഇന്ത്യക്കാരൻ്റെയും ആത്മാഭിമാനത്തെ കൂടിയായിരുന്നു. അതിനുള്ള ഇന്ത്യയുടെ മറുപടി സൈനിക നീക്കങ്ങളുടെ ആയിരുന്നില്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിനൊപ്പം അണിനിരന്നുകൊണ്ട് ജനങ്ങൾ ഒന്നിച്ചേറ്റെടുത്ത ബോയ്ക്കോട്ട് മാലദ്വീപ് ക്യാമ്പയിനിലൂടെയായിരുന്നു. വൻകിട സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസർമാരും യാത്രാ പ്ലാറ്റ്ഫോമുകളും ഈ ആഹ്വാനത്തെ പിന്തുണച്ചതോടെ മാലദ്വീപിൻ്റെ ടൂറിസം തകർന്ന് തരിപ്പണമായി. മാലദ്വീപിലേക്ക് പോയിരുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 37.5% വമ്പൻ ഇടിവ് രേഖപ്പെടുത്തി. തങ്ങൾ എതിർത്തത് വെറും ഒരു രാജ്യത്തെയും അതിൻ്റെ നേതാവിനെയും അല്ലെന്ന് മാലദ്വീപിന് പെട്ടെന്ന് തന്നെ ബോധ്യമായി. തുടർന്ന് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയ മുഹമ്മദ് മൊയ്സു ഇന്ത്യ എക്കാലത്തെയും സൗഹൃദ രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചു. നരേന്ദ്രമോദി അവരുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുകയും മികച്ച സ്വീകരണം നൽകുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് നരേന്ദ്രമോദിയോ ഇന്ത്യയോ തൊടാൻ പോലും മാലദ്വീപിലെ ഭരണാധികൾ ഒരാൾ പോലും ധൈര്യം കാണിച്ചില്ല. ഒരു വാഗ്വാദവുമില്ലാതെ മോദി സിമ്പിളായി ഇന്ത്യ എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രധാനമന്ത്രി ഒരു സാമ്പത്തിക നയത്തെ ദേശീയ വികാരവുമായി ബന്ധിപ്പിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ ഇന്ത്യൻ സമൂഹം അതിന് അനുകൂലമായി തങ്ങളുടെ ശീലങ്ങൾ മാറ്റുമെന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? ലക്ഷദ്വീപ് ഇന്ന് വെറും ഒരു ടൂറിസം കേന്ദ്രം എന്നതിലുപരി ഇന്ത്യയുടെ ആത്മനിർഭരതയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ തൊട്ടാൽ കളി മാറുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവിൻ്റെ വാക്കുകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിൽ അതിനിർണായകമായ പങ്ക് തന്നെയാണ് വഹിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിൻ്റെ നീലക്കടൽ ഇന്ന് ആഗോള ടൂറിസം ഭൂപടത്തിൽ തിളങ്ങുമ്പോൾ അത് മാലദ്വീപിനോടുള്ള ഇന്ത്യയുടെ ധീരമായ മറുപടിയും പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയവുമാണ്.